അബ്ബാസെ സുഹൃത്തെ, എന്തൊരു എഴുത്താണിത്. ഓരോ വാക്കും ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുകയാണ്. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ്, പ്രണയം, ഉന്മാദം. ഇതിൽ ഈ മുഹമ്മദ് അബ്ബാസ് തമിഴ്നാട്ടിലാണ് ജനിച്ചത്, കന്യാകുമാരി ജില്ലയിൽ. തമിഴ് ഭാഷ മാത്രമേ അറിയുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്. പിന്നെ ഈ മനുഷ്യൻ ചെയ്യാത്ത ജോലിയില്ല. സ്റ്റീൽ പ്ലാന്റിലെ ഖലാസി, ഹോട്ടലിലെ ശുചീകരണ തൊഴിലാളി, പെയിൻറ്റ് പണിക്കാരൻ. ഇപ്പോൾ കോട്ടയ്ക്കലാണ് താമസിക്കുന്നത്. മലയാളം അറിയില്ല, എന്നിട്ട് മലയാള ഭാഷ പഠിച്ച് വായിച്ച് പുസ്തകം എഴുതാൻ തുടങ്ങി. വല്ലാത്ത എഴുത്താണ് കേട്ടോ. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ നമ്പർ തേടി പിടിച്ച് അബ്ബാസിനെ വിളിച്ചു. അപ്പോൾ അബ്ബാസ് പറഞ്ഞാൽ എന്താ അറിയോ, സാറേ എനിക്ക് സാഹിത്യമൊന്നും അറിയില്ല, അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഞാൻ അങ്ങോട്ട് വാരി വലിച്ചെഴുതും. പക്ഷേ ആ വാരി വലിച്ചെഴുത്തേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വരുന്ന വരികളാണ്. ഇതിനകത്ത് ഒരു ചാപ്റ്റർ ഉണ്ട്, ഉമ്മയും ഞാനും എന്നാ ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ഒറ്റയടിക്കല്ല ഉമ്മ ഈ മറവിപ്പുറ്റിലേക്ക് നൂണ്ടുപോയത്. മെല്ലെ മെല്ലെ ഉമ്മാൻ്റെ ഓർമ്മകളുടെ വാതിലുകൾ അടയുകയായിരുന്നു. ആ അടയിലിൻ്റെ നിസ്സഹായതയിൽ ഉപ്പാൻ്റെ മരണം പോലും ഓർമ്മയില്ലാതെ ഉപ്പാക്ക് ചോറ് കൊടുത്തോന്ന് ഇപ്പോഴും ഈ 6 വർഷങ്ങൾക്ക് ശേഷവും ഉമ്മ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ ഇത് ആരുടെ കുട്ടിയാ എന്ന് ഉമ്മ എന്നോട് 6 വട്ടം ചോദിക്കും. ഉമ്മാൻ്റെ 8ാമത്തെ സന്തതിയാണെന്ന് ഞാൻ മറുപടി പറയും.